എല്ലാവർക്കും നമസ്കാരം. പാചകത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തന്തൂരി ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഓവനില്ലാതെ സ്റ്റൗ ടോപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാവിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും ആവശ്യമില്ല. സിമ്പിളാണ്. അതേ സമയം തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ 5 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പം ഏകദേശം 10 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി അധികം ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്കൊന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച് തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായിട്ട് ഇതിൽ തിളപൊട്ടി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഒറിഗാനോ, 1.5 ടേബിൾ സ്പൂൺ ഡ്രൈഡ് ബേസിൽ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ പാകത്തിന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഇത് പിസ്സയിലേക്ക് മാത്രമല്ല പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ ഡിപ്പായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് കുറച്ച് നേരത്തെ തന്നെ, അതായത് തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് നല്ലത്. അപ്പോൾ ആ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ജോലി എളുപ്പമായിരിക്കും. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാട്ട് മസാല. ചാട്ട് മസാല ഓപ്ഷനിലാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. 1 ടീസ്പൂൺ കസൂരി മേത്തി. ഇത് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ടിത് കുറഞ്ഞത് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പിസ്സ ബേസിനുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുക്കുക. ഞാൻ ഏകദേശം 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കുറച്ച് പൊടി ഇവിടെ ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ട്. 1 ടീസ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ പോലെയുള്ള ഏതെങ്കിലും എണ്ണ ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ മുകളിലോട്ട് അല്പം കൂടി എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. കുറഞ്ഞത് അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് നല്ലതാണ്. കൂടുതൽ സമയം വെക്കുന്തോറും മാവ് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് വരും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് പുരട്ടി വെച്ച ചിക്കൻ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. 3 മിനിറ്റ് കഴിഞ്ഞാൽ തീയൊന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റും കൂടി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കൻ അധികം ഡ്രൈ ആയി പോകാതെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പീസസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാവ് കൂടുതൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിത് 4 കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഓരോന്നും ഒരു ബോൾ രൂപത്തിലാക്കി മാറ്റി വയ്ക്കാം. ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കാം. എത്ര വലിപ്പമാണോ നമ്മുടെ പിസ്സയ്ക്ക് വേണ്ടത് അതനുസരിച്ചുള്ള ബോൾസ് ആക്കി എടുക്കുക.
ഇനി ഇത് പരത്തിയെടുക്കാം. അല്പം പൊടി തൂവി കൊടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കാം. നമ്മൾ ഫ്രൈയിങ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനിൻ്റെ സൈസ് അനുസരിച്ച് അതിനേക്കാൾ അല്പം കൂടി വട്ടം കുറഞ്ഞ് ആ രീതിയിൽ വേണം പരത്താൻ. തീരെ കനം കുറച്ച് നമ്മൾ പരത്തുവാണെങ്കിൽ നമുക്ക് തിൻ ക്രസ്റ്റ് പിസ്സയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പിസ്സ ബേസായിട്ട് കിട്ടും. ഇനി കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. ഇനി ഇതിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. നമ്മളിത് വേവിക്കുമ്പോൾ ചപ്പാത്തിയൊക്കെ വീർത്ത് വരുന്ന പോലെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കാം. ഇനി നമ്മൾ പരത്തിയിട്ടുള്ള പിസ്സ ബേസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റോളം ഇത് ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കുക. ഇതിന് മൂടി വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് നോക്കുക. ഇതിൻ്റെ അടിഭാഗം ചെറിയൊരു ബ്രൗൺ സ്പോട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. ആയിട്ടില്ലെങ്കിൽ ഒരല്പം സമയം കൂടി കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് തിരിച്ചിടാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വെക്കാനുള്ള ടോപ്പിംഗ്സ് ഒക്കെ വെച്ച് കൊടുക്കുക. ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് തേച്ച് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് വിതറി കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത്ര അളവിൽ വിതറി കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് ക്യാപ്സിക്കം, സവാള ഇതാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ക്യാപ്സിക്കം സവാളയൊക്കെ ഒന്ന് വഴറ്റി ചേർക്കുന്നത് നല്ലതാണ്. അല്പം കൂടി ചീസ് വിതറി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ചൂടിൽ ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് അടിഭാഗം നന്നായിട്ട് കുക്കായി വരുന്നവരെ വേവിച്ചെടുക്കുക. ഒരു 5 തൊട്ട് 6 മിനിറ്റോളം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇതിവിടെ ആയിട്ടുണ്ട്. പുറത്തേക്ക് എടുക്കുക. മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഒന്ന് വിതറി കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി വിതറി കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തന്തൂരി ചിക്കൻ പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.